സരിഗമപ എന്നുള്ള റിയാലിറ്റി ഷോയുടെ ടൈറ്റിൽ വിന്നറാണ്. ഇപ്പൊ ആ ഒരു ജേണി കഴിഞ്ഞിട്ട് ഇപ്പൊ ലിബിൻ ഇവിടെ ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ ലിബിന് എന്താണ് ആ ഒരു ഓർമ്മകൾ എങ്ങനെയാണ് ലിബിന് പറയാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് ദൂരമൊന്നും കാണാനില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. അതായത് എക്സ്പീരിയൻസിന് ദൂരം കുറയാണല്ലോ. അതെ, എന്ന് വെച്ചാൽ ഞാൻ പാടി തുടങ്ങുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. പിന്നെ സരിഗമപായിൽ വന്നിട്ട് എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഗ്രൂമേഴ്സ്, ജഡ്ജസിന്റെ എല്ലാം ഉപരിയായിട്ട് അതിനകത്ത് വളരെ നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു. അപ്പം ഞാൻ അതിന്റെ വിന്നറായി എന്നുള്ളത് ഒരു എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. ആ വിന്നിങ് മൊമെന്റ് അതെങ്ങനെയാണ്? അത് ആ ഫീലിംഗ് എങ്ങനെയായിരുന്നു? പെട്ടെന്ന് ഇപ്പോൾ ലിബിനാണ്, കാരണം എനിക്കറിയാം എല്ലാ കണ്ടസ്റ്റൻസും ഒരുപാട് നന്നായിട്ട് പാടുന്ന ഒരു ആൾക്കാരാണ്. അപ്പം നമുക്ക് ആ പെട്ടെന്ന് ആ ഒരു മൊമെന്റിൽ ഞാനാണ് വിന്നർ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? ആ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? അതായത് ആ റിയാലിറ്റി ഷോയിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെ പോലെയും എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഞാനും വിന്നറായാലും എനിക്കും ആർക്കാണ് വിന്നറാവാൻ ഇഷ്ടമല്ലാത്തത്. ഇപ്പൊ നമ്മളൊരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ വിജയമാവുന്ന എല്ലാവരും പാടുന്നത് ഒരേപോലത്തെ ഒരേ വേവ്‌ലെങ്ത്തൊക്കെയാണല്ലോ. അതെ, അപ്പോൾ പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. എനിക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല എൻ്റെ ലൈഫിൽ. ഞാൻ ഒന്നും പ്രതീക്ഷിക്കാറില്ല അങ്ങനെ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന, പക്ഷെ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യും. പക്ഷെ കിട്ടിയില്ല എന്ന് കരുതി വിഷമമൊന്നുമില്ല.